UN രക്ഷാസമിതി പ്രമേയം പാസാക്കിയിട്ടും അതിന് പുല്ലുവില നൽകി ഗസയിൽ ആക്രമണവും കുരുതിയും തുടർന്ന് ഇസ്രായേൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 81 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 32,414 റമദാനിൽ അടിയന്തര വെടിനിർത്തലിന് UN രക്ഷാസമിതി പാസാക്കിയ പ്രമേയം നടപ്പാക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ. യുദ്ധം ഗസയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന പ്രകോപന പ്രസ്താവനയുമായി മന്ത്രി ബെൻഗൂറും രംഗത്തു വന്നു. റഫ ഉൾപ്പെടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ചയും വ്യാപക ആക്രമണമാണ് അധിനിവേശ സേന നടത്തിയത്. ഒരാഴ്ചയായി ഇസ്രായേൽ ക്രൂരത തുടരുന്ന ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ ആളുകളെ വെടിവെച്ചു വീഴ്ത്തിയ ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ യുദ്ധ ടാങ്കുകളും കവചിത ബുൾഡോസറുകളും കയറ്റി ഇറക്കിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ UN-ൽ പ്രമേയം പാസ്സായതോടെ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ട ഇസ്രായേൽ കൂടുതൽ ഹമാസ് നേതാക്കളെ വകവരുത്തിയെന്ന അവകാശവാദവുമായി രംഗത്തു വന്നു. ഒക്ടോബർ 7-ന്റെ ആക്രമണശില്പികളിൽ ഒരാളും അൽ-ഖസാം ബ്രിഗേഡിന്റെ പ്രധാന കമാൻഡറുമായ മർവാൻ ഇസയെ ഈ മാസം 10-ന് നടന്ന ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് സൈനിക വക്താവിന്റെ വാദം. ഗാസി അഭൂതമായും കൊല്ലപ്പെട്ടതായി സേന പറഞ്ഞു. എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പ്രമേയം അടിയന്തരമായി നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാവണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. വംശഹത്യ തെളിയിക്കപ്പെട്ടിരിക്കെ ഇസ്രായേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മടിക്കരുതെന്ന് ദക്ഷിണാഫ്രിക്കയും ആവശ്യപ്പെട്ടു. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയത്. UN രക്ഷാ കൗൺസിലിലെ 14 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. രക്ഷാ കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങളാണ് പ്രമേയം അവതരിപ്പിച്ചത്. നേരത്തെ നിരവധി തവണ വെടിനിർത്തൽ പ്രമേയം അംഗരാജ്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ US വീറ്റോ ചെയ്തിരുന്നു. ഇസ്രായേലിന് അനുകൂലമായി US കൊണ്ടുവന്ന പ്രമേയങ്ങൾ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തിരുന്നു. ഇതാദ്യമായാണ് സുരക്ഷാ കൗൺസിലിൽ വെടിനിർത്തൽ പ്രമേയം പാസ്സാവുന്നത്. 10 അംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം മൊസാംബിക്കിന്റെ പ്രതിനിധിയാണ് നിർദ്ദേശിച്ചത്. അതിനിടെ പ്രമേയം US വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലേക്കുള്ള പ്രതിനിധി സംഘത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പിൻവലിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ റഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബദൽ നിർദ്ദേശങ്ങളുമായി അമേരിക്ക രംഗത്തെത്തി. റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ സുരക്ഷ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് US സ്റ്റേറ്റ് വകുപ്പ് വക്താവ് പറഞ്ഞു. ബന്ദികളെ വിട്ടയക്കാൻ ഹമാസുമായി കരാർ വൈകരുതെന്നാവശ്യപ്പെട്ട് തെൽ അവീവിൽ ആയിരങ്ങൾ ഇന്നലെയും പ്രക്ഷോഭം തുടർന്നു. ഗസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തുടരുന്നതായി ഹമാസ് അറിയിച്ചു. UN പ്രമേയം പാസ്സായത് സയനിസ്റ്റ് രാഷ്ട്രത്തിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വ്യക്തമാക്കി. തെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഹനിയയുടെ പ്രതികരണം.